ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് ക്രിസ്തുമസ്. ക്രിസ്തുവിലേക്കാണ് നമ്മുടെ നോട്ടം മുഴുവനും. അപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ക്രിസ്തുവിൻ്റെ വഴികൾക്കാണ്. ദൈവ വഴികൾ, ദൈവത്തിൻ്റെ വഴികൾ, ദൈവം തരുന്ന ഉൾക്കാഴ്ചകൾ, ദൈവം തരുന്ന തോന്നിപ്പുകൾ, അതിനൊക്കെ നമ്മൾ വില കൊടുക്കണം. അതിന് ഏറ്റവും അധികം വില കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് വിശുദ്ധ യോസേപ്പ്. വിശുദ്ധ യോസേപ്പ് വില കൊടുത്തതിനെക്കുറിച്ച് സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 24-ാം തിരുവചനം. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. നിദ്രയിൽ നിന്നുണർന്ന് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. എന്താ ദൂതൻ കൽപ്പിച്ചത്? ദൂതൻ പറഞ്ഞു കൊടുത്തത് ദൈവം എന്താണോ ദൂതനെ ഏൽപ്പിച്ചതാ പറഞ്ഞു കൊടുത്തത്. അതേപടി ജോസഫ് അനുസരിച്ചു എന്ന് പറയാം. സ്നേഹമുള്ളവരെ, ഒന്ന് ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ദൈവവചനങ്ങൾക്ക്, ദൈവത്തിൻ്റെ തോന്നിപ്പുകൾക്ക് എത്രത്തോളം വില കൊടുക്കുന്നുണ്ട്? വില കൊടുക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നേ ദിവസം ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നീ നൽകുന്ന തോന്നിപ്പുകൾക്കെല്ലാം, നീ നൽകുന്ന പ്രേരണകൾക്ക്, നീ പല രീതിയിൽ പലരിലൂടെ പല മേഖലകളൂടെ സംസാരിക്കുമ്പോൾ അതിനെല്ലാം വില കൊടുക്കുവാനായിട്ട്, നിന്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ട് സ്വീകരിക്കാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തി നിറയുവാനായിട്ട് ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിയിലും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ